മുകുന്ദന്റെ മാർക്കോയ്ക്ക് നിരോധനം. ടെലിവിഷൻ പ്രദർശനം വിലക്കി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി പ്രദർശനത്തിന് അപേക്ഷിക്കാം. വയലന്റ് സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് മാർക്കോ നിർമ്മാതാവ്. നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. വയോധികയെ രക്ഷപ്പെടുത്തിയ അയൽവാസികൾ. മർദ്ദനത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. പ്രതി ഷാജിക്കായി അന്വേഷണം. ജയിലിൽ തുറന്നുപറച്ചിലുമായി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപ്രതി അഫാൻ. മാതാവ് മരിച്ചെന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൊന്നത്. കടബാധ്യതയിൽ ബന്ധുക്കൾ അധിക്ഷേപിച്ചത് കൊലയ്ക്ക് കാരണം. പുറത്തിറങ്ങിയാൽ ജീവൻ ഒടുക്കുമെന്നും അഫാൻ. പൂജപ്പുര ജയിലിൽ പ്രത്യേക നിരീക്ഷണം. പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിംഗ് SDPIക്ക് ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SDPI തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടൽ നടത്തി. SDPIയെ നിയന്ത്രിക്കുന്നത് PFI ആണെന്നും ED. അറസ്റ്റിലായ MKFIC PFI ഫണ്ട് കൈപ്പറ്റിയെന്നും കണ്ടെത്തൽ. ആശമാരുടെ സമരം 24ാം ദിവസം. പിന്തുണയുമായി വിവിധ സംഘടനകൾ. കേന്ദ്രവിഹിതം കൃത്യമായി നൽകിയെന്ന ജോർജ് കുര്യൻ. ആശമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം കേരളത്തിലെന്ന വാദം പൊളിഞ്ഞതോടെ സർക്കാർ മൗനത്തിൽ. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. ദീപശിഖ ജാഥകളുടെ സംഗമം വൈകിട്ട് ആശ്രാമ മൈതാനത്ത്. പ്രതിനിധി സമ്മേളനം നാളെ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EP ജയരാജനും TP രാമകൃഷ്ണനും കമ്മിറ്റികളിൽ തുടരുമെന്ന് സൂചന നൽകി MV ഗോവിന്ദൻ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ശ്വാസതടസ്സത്തിനും അണുബാധയ്ക്കും നേരിയ കുറവ്. മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിച്ചെന്നും വത്തിക്കാൻ. ജാംനഗറിലെ വന്യജീവി പുനരധിവാസ കേന്ദ്രം വൻതാരയെ പ്രശംസിച്ച് പ്രമുഖർ. അനന്ത് അംബാനി നേതൃത്വം നൽകുന്ന സംരംഭം ലോകത്തിന് മാതൃകയെന്ന് ആനന്ദ് മഹീന്ദ്ര. അനന്തിന്റെ ആത്മാർപ്പണം പ്രശംസനീയമെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി തോൽവിക്ക് പിന്നാലെ ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്റ്റീവ് സ്മിത്ത്. ഓസീസിനായി 2 ലോകകപ്പുകൾ നേടാൻ കഴിഞ്ഞത് മഹത്തരമെന്ന് സ്മിത്ത്. ടെസ്റ്റിൽ തുടരും.